അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ക്ലാസ് 8 ഫിഖ്ഹുൽ ഇസ്ലാമിൽ 5-ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അൽ വഹ്ദത്തുൽ ഹാമിസ്. തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി. പ്രവർത്തനം 1 മുക്മിൽ. ക്വസ്റ്റ്യൻ 1. ശാരീരിക ആരാധനകളിൽ പ്രഥമവും ഡാഷ് നിസ്കാരവുമാണ്. ആൻസർ പ്രധാനവും. ക്വസ്റ്റ്യൻ 2. അന്ത്യനാളിൽ ഡാഷ് വിചാരണ ചെയ്യപ്പെടുന്നത് നിസ്കാരമാണ്. ആൻസർ അന്ത്യം. ക്വസ്റ്റ്യൻ 3. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ ഡാഷിൽ യാതൊരു സ്ഥാനവുമില്ല. ആൻസർ ഇസ്ലാമിൽ. ക്വസ്റ്റ്യൻ 4. അല്ലാഹു തആല പറഞ്ഞു, എന്നെ ഡാഷ് വേണ്ടി നിസ്കാരം നിലനിർത്തുക. ആൻസർ സ്മരിക്കാൻ. 2 നുജീബ്. ക്വസ്റ്റ്യൻ 1. നിസ്കാരം നിർബന്ധമാണ് എപ്പോൾ? ആൻസർ ബുദ്ധിയും ബോധവുമുള്ള സമയത്തെല്ലാം. ക്വസ്റ്റ്യൻ 2. മുസ്ലിമായ നിലയിൽ അല്ലാഹു തആലയെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ എന്തു ചെയ്യണം? ആൻസർ അസാൻ വിളിക്കുന്ന മസ്ജിദിൽ വെച്ച് തന്നെ 5 വഖ്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുക. ക്വസ്റ്റ്യൻ 3. സ്ത്രീകൾ എവിടെ വെച്ച് നിസ്കരിക്കലാണ് ഉത്തമം? ആൻസർ വീടിൻ്റെ ഉള്ളറയിൽ. ക്വസ്റ്റ്യൻ 4. വുളൂ ചെയ്ത് മസ്ജിദിലേക്ക് പോകുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലങ്ങൾ. ആൻസർ മസ്ജിദിലേക്ക് പോകുന്നവൻ്റെ ഓരോ കാൽ വെപ്പിനും അല്ലാഹു തആല ഒരു നന്മ എഴുതുകയും അവൻ്റെ ഒരു ദറജ ഉയർത്തുകയും ഒരു പാപം പൊറുക്കുകയും ചെയ്യും. 5. നിസ്കാരത്തിൻ്റെ നിർബന്ധത്തെ നിഷേധിച്ചവൻ്റെ അവസ്ഥ. ആൻസർ അവൻ കാഫിറാകും. ക്വസ്റ്റ്യൻ 6. നിസ്സാരവൽക്കരിച്ച് മടി കാരണം നിസ്കാരം ഉപേക്ഷിച്ചവരെ കുറിച്ച് പണ്ഡിതന്മാർ എന്തു പറഞ്ഞു? ആൻസർ കാഫിറാകും. ക്വസ്റ്റ്യൻ 7. നിസ്കാരത്തിന് ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളുമുണ്ട്. എന്താണ് ഫർളുകൾ? ആൻസർ നിസ്കാരത്തിൻ്റെ ഘടകങ്ങളും നിർബന്ധ കർമ്മങ്ങളുമാണ്. ക്വസ്റ്റ്യൻ 8. എന്താണ് സുന്നത്തുകൾ? ആൻസർ നിസ്കാരത്തിൻ്റെ പൂർണ്ണതയ്ക്കാവശ്യമായ കർമ്മങ്ങളാണ് സുന്നത്തുകൾ. ക്വസ്റ്റ്യൻ 9. എന്താണ് ഷർത്തുകൾ? ആൻസർ നിസ്കാരത്തിൻ്റെ ഘടകങ്ങളല്ലാത്തതും അതേസമയം നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് അനിവാര്യമായതുമായ ചില കാര്യങ്ങളുമുണ്ട്. പ്രവർത്തനം 3 തഹ്സീസ്. ക്ലാസ്സിൽ ചോദ്യോത്തര മത്സരം സംഘടിപ്പിക്കുക. ക്വസ്റ്റ്യൻ 1. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഏതെല്ലാം? ആൻസർ 1. അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുക. 2. നജസിൽ നിന്ന് ശുദ്ധി വരുത്തുക. 3. ഔറത്ത് മറക്കുക. 4. സമയം ആയെന്ന് അറിയുക. 5. ഖിബിലക്ക് മുന്നിടുക. ക്വസ്റ്റ്യൻ 2. നിസ്കാരത്തിൻ്റെ ഫർളുകൾ ഏതെല്ലാം? ആൻസർ 1. നിയ്യത്ത്. 2. തക്ബീറത്തുൽ ഇഹ്റാം. 3. നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കുക. 4. ഫാത്തിഹ. 5. റുകൂഅ്. 6. ഇഅ്തിദാൽ. 7. സുജൂദ്. 8. ഇടയിലെ ഇരുത്തം. 9. റുകൂഇലും ഇഅ്തിദാലിലും സുജൂദിലും ഇടയിലെ ഇരുത്തത്തിലും അല്പം അടങ്ങുക. 10. അവസാനത്തെ അത്തഹിയ്യാത്ത്. 11. അവസാനത്തെ അത്തഹിയ്യാത്തിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത്. 12. അത്തഹിയ്യാത്തിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കുക. 13. ഒന്നാം സലാം. 14. തർത്തീബ്. 3. നിസ്കാരത്തിൻ്റെ അഫ്ളാൽ സുന്നത്തുകൾ ഏതെല്ലാം? ആൻസർ 1. ഒന്നാമത്തെ അത്തഹിയ്യാത്ത്. 2. ഒന്നാമത്തെ അത്തഹിയ്യാത്തിനു ശേഷമുള്ള സ്വലാത്ത്. 3. ഒന്നാമത്തെ അത്തഹിയ്യാത്തിനും സ്വലാത്തിനും ഇരിക്കൽ. 4. സുബ്ഹിയിലും റമദാൻ അവസാന 10 വിത്റിലുമുള്ള ഖുനൂത്ത്. 5. ഖുനൂത്തിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൻ്റെയും മേലുള്ള സ്വലാത്ത്. 6.
കുനൂത്തിനും സ്വലാത്തിനും നിൽക്കൽ. 7. അവസാന അത്തഹിയ്യാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനു വേണ്ടിയുള്ള സ്വലാത്ത്. 2. നിസ്കാരം എന്ന വിഷയത്തിൽ പ്രബന്ധം തയ്യാറാക്കുക. ശാരീരിക ആരാധനകളിൽ ഏറ്റവും പ്രഥമവും പ്രധാനവും നിസ്കാരമാണ്. ബുദ്ധിയും ബോധവുമുള്ള സമയത്തെല്ലാം നിസ്കാരം നിർബന്ധമാണ്. ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളവർ നിൽക്കാൻ കഴിവില്ലെങ്കിൽ ഇരുന്നോ, അതിനും കഴിവില്ലെങ്കിൽ ചെരിഞ്ഞു കിടന്നോ, അതിനും സാധ്യമല്ലെങ്കിൽ മലർന്നു കിടന്നോ, അതിനും കഴിവില്ലെങ്കിൽ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചോ, അതിനും കഴിവില്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചോ കഴിയുന്ന രീതിയിൽ നിസ്കരിക്കണം. യുദ്ധകളത്തിൽ ശത്രുപക്ഷത്തോട് ഏറ്റുമുട്ടുമ്പോഴും സമയമായാൽ നിസ്കരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനവും അന്ത്യനാളിൽ ആദ്യ വിചാരണ ചെയ്യപ്പെടുന്നതും നിസ്കാരമാണ്. ശരിയായി വുളൂ ചെയ്ത് മസ്ജിദിലേക്ക് പോകുന്നവൻ്റെ ഓരോ കാൽവെപ്പിനും അല്ലാഹു തആല ഓരോ നന്മ എഴുതുകയും അവൻ്റെ ഒരു ദറജ ഉയർത്തുകയും ഓരോ പാപം പൊറുക്കുകയും ചെയ്യും. നിസ്കാരം നിർബന്ധമാണെന്നത് നിഷേധിച്ചാൽ കാഫിറാകുമെന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമില്ല. മാത്രമല്ല, നിസ്കാരത്തെ നിസ്സാരവൽക്കരിച്ച് മടി കാരണം ഉപേക്ഷിക്കുന്നവനെ കാഫിറാണെന്ന് പറഞ്ഞ ധാരാളം പണ്ഡിതന്മാരുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഒരു മുസ്ലിം അല്ലാഹു തആലയുടെ പ്രീതി മാത്രം പ്രതീക്ഷിച്ച് നിസ്കരിച്ചാൽ മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ അവൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണ്. നിസ്കാരം അല്ലാഹു തആലയെ കുറിച്ച് നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു തആലയുടെ അടിമയാണെന്ന ബോധം നിസ്കരിക്കുന്നവൻ്റെ ഉള്ളിൽ വർദ്ധിപ്പിക്കുന്നു, മനസ്സിനെ നിർമ്മലമാക്കുന്നു, ജീവിതത്തെ സംശുദ്ധമാക്കുന്നു, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നീചവൃത്തികളിൽ നിന്നും അകറ്റുന്നു, അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്നു. അല്ലാഹു തആലയുടെ പ്രീതിയും കരുണയും നേടിക്കൊടുക്കുന്നു, മഹത്തായ ജീവിതവചനത്തിനും സ്വർഗപ്രാപ്തിക്കും അർഹനാക്കുന്നു. നിസ്കാരം ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിത്തീർക്കുന്ന മാറ്റങ്ങൾക്കും നേട്ടങ്ങൾക്കും യാതൊരു പരിധിയുമില്ല. അല്ലാഹു തആല പറയുന്നു, വഅഖീമിസ് സ്വലാത്ത ലിസിക്രി, എന്നെ സ്മരിക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തുക. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി, തീർച്ചയായും നിസ്കാരം തെറ്റായ കാര്യങ്ങളിൽ നിന്നും നീചവൃത്തികളിൽ നിന്നും മനുഷ്യനെ തടയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന്ത്യനാളിൽ ഓരോ മനുഷ്യനോടും ആദ്യമായി ചോദിക്കുക അവൻ്റെ നിസ്കാരത്തെക്കുറിച്ചായിരിക്കും. അത് മുറപ്രകാരം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അവന് വിജയിച്ചു, ഇല്ലെങ്കിൽ പരാജയപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഈ പാഠത്തിൻ്റെ എല്ലാ തദ്രിബാത്തും അവസാനിച്ചിട്ടുണ്ട്. കൂട്ടുകാരെന്നെ വീഡിയോക്ക് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.